ഡോക്ടർ ഇനി മൊഴിമാറ്റി പറയില്ലല്ലോ അല്ലേ? സർ അത് ആനവത്തിയെന്നല്ലേ? അതെ സർ. കുഴപ്പമാവോ മുതലാളി? ഞാനിവിടെ ഉള്ളപ്പോഴോ ഒന്ന് ചുമ്മാതിരി ഡോക്ടറെ. ഞാനിതൊക്കെ എത്ര കണ്ടത്. ഡോക്ടർ ധൈര്യമായിട്ടിരി. ചെല്ല്. ഹലോ എസാ പറ, എന്തായി? അയാൾക്ക് എങ്ങനെയുണ്ട്? മരിച്ചിട്ടില്ല. അയാൾ അങ്ങനെയൊന്നും മരിക്കുന്ന ആളല്ല. മുറിച്ചെറിഞ്ഞാലും ഓട്ടോമാറ്റിക്കായി മുറി കൂടുന്നേനോ. ശരിയാ. അല്ലെങ്കിലും ദുഷ്ടന്മാരൊന്നും അത്ര പെട്ടെന്നൊന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവില്ല. ചെയ്ത പാപത്തിന്റെ ഫലമൊക്കെ ഇവിടെ കിടന്ന് അനുഭവിച്ചു തീർക്കണ്ടേ. പിന്നെ വേറൊരു ചെറിയ ബാഡ് ന്യൂസ് ഉണ്ട്. എന്താടോ? കേൾക്കുമ്പോ താൻ പാനിക് ആവരുത്. എടോ, താൻ ടെൻഷൻ ആക്കാതെ കാര്യം പറ. അത് പിന്നെ എന്താടോ? തന്റെ മുത്തശ്ശി. മുത്തശ്ശി? എന്താ അതി? അയാൾ മരിച്ചല്ലേ? ഇല്ല. എന്നോട് മറക്കണ്ട. എന്ത് നേരിടാൻ ഞാൻ തയ്യാറാ. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾ അങ്ങനെയൊന്നും മരിക്കുന്നതിനല്ലെന്നാ എസ്ര പറഞ്ഞത്. പിന്നെ തന്റെ മുഖം എന്താ വാടിയിരിക്കുന്നു? ഏയ് ഒന്നുമില്ല. എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ഒരു ചെറിയ വിശേഷം കൂടി എസ്ര പറഞ്ഞു. എന്ത്? എന്റെ മുത്തശ്ശിക്ക് സുഖമില്ല. അയ്യോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാ. അതെ. പറയാമേ, മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ആദ്യയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിന് പിന്നാലെയുള്ള ഓട്ടത്തില്ല. ഓടിയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അമ്മീ, നീ വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മാത്രമേ അറിയൂ. എന്തായാലും മുത്തശ്ശിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നില്ല. നീ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. കഴിവതും പെട്ടെന്ന് ഞാൻ വരാം. എന്താ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ മിണ്ടാത്തേ? ഞാൻ എന്ത് മിണ്ടാൻ? ശരി, നീ വെച്ചോ. മോളെ, നമ്മൾ ഇനി പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്നാ. എന്താ ചേച്ചി? അമ്മ ഒന്നും മിണ്ടുന്നില്ല, ഒരേ ഇരിപ്പ. ഞാൻ ഒത്തിരി വർത്താനം പറഞ്ഞു നോക്കി, എന്നെ ഒന്ന് നോക്കുന്ന പോലുമില്ല.
മുത്തശ്ശി അമ്മേ, അമ്മയ്ക്ക് മരുന്ന് കഴിക്കണ്ടേ? അമ്മേ, മരുന്ന് കഴിക്കണ്ടേ? ആദി, ആ ആദിക്ക് മുത്തശ്ശിയെ കാണാൻ പോണ്ടേ? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാതെ എങ്ങനെ എത്ര കാലാ? എനിക്കറിയില്ല. ആദിക്ക് ഞാനൊരു ബാധ്യതയായോ? ഞാൻ കാരണം ആദിയുടെ ജീവിതം തകർന്നെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, എനിക്കെങ്ങനെയും തോന്നുന്നില്ല. മറ്റാരുടെയും തോന്നലുകൾ ഞാനിപ്പോ കാര്യാക്കാറില്ല. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. ഓർമ്മ വെച്ചപ്പോ മുതൽ കാണുന്നത് ആദ്യ മുത്തശ്ശി. ആ മുത്തശ്ശിയോട് എനിക്ക് വേണ്ടി നീതികേട് കാണിക്കുന്നത് ശരിയാണോ? ശരി, ഞാൻ എൻ്റെ മുത്തശ്ശിയോട് നീതി കാണിക്കാം. തിരിച്ച് താനും അത് തന്നെ ചെയ്യണം. തൻ്റെ അച്ഛനോടും അമ്മയോടും. നമുക്കൊരുമിച്ച് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങാം. എന്തേ, താൻ അതിന് തയ്യാറാണോ? എന്താ, ഞാൻ ചോദിച്ച കേട്ടില്ലേ? നമ്മളിപ്പോ സംസാരിക്കുന്നത് ആദ്യ വീട്ടിൽ പോകുന്ന കാര്യല്ലേ? എന്റെ മുത്തശ്ശിക്കല്ലല്ലോ, ആദിയുടെ മുത്തശ്ശിക്കല്ലേ വയ്യായ്മ.